സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമാധാനം. നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിൻ കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് BHIE 143. ഇതിൽ പരാമർശിക്കാൻ പോകുന്നത് മോഡേൺ ഈസ്റ്റ് ഏഷ്യയുടെയും ജപ്പാന്റെയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലെസൺസ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് സയൻറ്റിഫിക്കലായിട്ട് നമ്മൾ ഹിസ്റ്ററിനെ പറ്റി, എൻവയറമെൻ്റൽ ഹിസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് 1960 മുതൽ 1970 വരെയുള്ള എൻവയറമെൻ്റൽ ചേഞ്ചസും എന്തൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായും ഹിസ്റ്റോറിക്കലി കണക്റ്റഡ് ആണ്. ഈ സബ്ജക്റ്റിൽ സയൻസും ഹിസ്റ്ററിയും കൂടെ കണക്റ്റായി വരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഹിസ്റ്ററിൻ്റെയും ജോഗ്രഫിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ വരും. അതിൻ്റെ കൂടെ എൻവയറമെൻറ്റിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഈ യുഗങ്ങളിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ലെസൻ്റെ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൻ്റെ ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നടന്ന സംഭവങ്ങൾ ചരിത്രപരമായും അതിനെ കണക്ട് ചെയ്ത് നമ്മുടെ ജോഗ്രാഫിക്കലി എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു, അതിൻ്റെ കൂടെ എങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ ഭൂമിയിലുള്ള മണ്ണ്, വെള്ളം, വെളിച്ചം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്തിനാ വരാൻ കാരണം, ആ കാരണങ്ങളൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ഫോർമാറ്റിൽ നമ്മളിവിടെ കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിന്റെ ടോപ്പിക്കിന്റെ പേര് തന്നെ എൻവയറമെന്റൽ ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് വെച്ചാൽ ചരിത്രം, എൻവയറമെന്റൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നമ്മളുടെ ഭൂമിശാസ്ത്രപരമായും നമ്മുടെ ചുറ്റുപാടുകളും. അപ്പോൾ ഈ ചുറ്റുപാടുകളും എൻവയറമെന്റൽ ആയിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുകളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എപ്പോൾ പല വിധത്തിൽ ഭൂമിയിൽ ചരിത്രപരമായിട്ട് അതിനെ അടുക്കിക്കൊണ്ടുവരിക. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിനോട് എനിക്ക് വളരെ കാര്യമായിട്ട് പറയാനുള്ളത്, ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പാർട്ടായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ തിരിച്ച് വായിച്ച് മനസ്സിലാക്കുക. കാരണം ഇതൊരു സയൻസ് ഉണ്ട്, ഇതിൽ ഹിസ്റ്ററി ഉണ്ട്, ഇതിൽ ആന്ത്രോപോളജി ഉണ്ട്, എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ച് ഓടിപ്പോയാൽ ഇതിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് വളരെ കാര്യമായിട്ട് തുടക്കം തൊട്ടേ പടിപ്പടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഈ ഇതിൽ എന്താ ഉദ്ദേശിച്ചു വെച്ചാൽ, എങ്ങനെയാണോ നമ്മൾ നാച്ചുറലായിട്ട് ഭൂമിയിലുള്ള റിസോഴ്സസിനെ, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളമുണ്ട്, ഓയിലുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഇതൊക്കെ എത്രത്തോളം നമ്മൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം അതിൽ നിന്ന് മാക്സിമം വലിച്ചെടുത്തു, എന്തുകൊണ്ട് ഈ ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ നശിച്ചു പോയി, എന്തുകൊണ്ട് വാട്ടറിലും സോയിലും എല്ലായിടത്തും പൊല്യൂഷൻ വന്നു, ഏതൊക്കെ തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചത്, എന്ത് കാരണം കൊണ്ടാണ് നമ്മളുടെ ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ ജീവജാലങ്ങളുടെ നാശം, ഫോണയുടെ നാശം, ക്ലൈമറ്റ് ചേഞ്ച് വരിക. ഇപ്പൊ നമ്മൾ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, ഈ വാട്ടർ ലെവൽ, കടലിലുള്ള ലെവൽ, സീ ലെവൽ ഇങ്ങനെ റൈസ് ആകുന്നു. കാരണം വാട്ടർ ഇങ്ങനെ ഐസ് ബർഗ്സ്, അന്റാർട്ടിക്കയിലുള്ള ഐസൊക്കെ ഉരുകാൻ തുടങ്ങുന്നു. എന്താ കാരണം? അതിന്റെ കാരണം എന്താ വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ്. എന്തുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് വന്നു? അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കൂടുതലായിട്ടുള്ള ആവരണത്തിന്, ഭൂമിയെ ചുറ്റുമുള്ള ആവരണത്തിന്റെ ഒരു കുറവ്, അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ കൂടുതൽ അതിനെ മോട്ടറൈസ് ആയിട്ടോ അല്ലെങ്കിൽ വെഹിക്കിൾ ആയിട്ടോ നമ്മൾ കൂടുതലായിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അതേസമയം തന്നെ ഫോറസ്റ്റ് ഒക്കെ
നമ്മളുടെ കാടുകളെ നമ്മൾ നശിപ്പിക്കുന്നു. അവിടെ എന്താ പറയാ, കാടിന് പകരം ബിൽഡിംഗ് ആണ് കെട്ടിക്കയറ്റുന്നത്. അപ്പൊ അവിടെ ഫോറസ്റ്റിൽ നിന്ന് ഈ വലിയ വലിയ മരങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ഓക്സിജന്റെ കുറവ്, ആ ഓക്സിജൻ കുറയുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് വലിക്കാൻ വലിയ വലിയ മരങ്ങളില്ലാണ്ടാവുന്നു. ഇതൊക്കെ കാരണങ്ങൾ കാരണം പതുക്കെ ഗ്രാജുവലായിട്ട് ഈ ടോട്ടൽ വെതർ തന്നെ മാറി. ആൾക്കാര് പല വിധത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഈ ഇടയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, കൊന്ന പൂക്കേണ്ട സമയം മാറി മാറി വരുന്നുണ്ട്. അല്ലെങ്കിൽ കാലത്തിന് മുമ്പേ മഴ പെയ്യുന്നു, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പേമാരിയായിട്ട് പെയ്യുന്നു. ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്നത് നമ്മളുടെ മിസ്യൂസ് കൊണ്ടാണ്. നമ്മളുടെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എന്റെയോ നിങ്ങളുടെയോ എന്നല്ല, ഹോൾ വേൾഡില്, ത്രൂ ഔട്ട് ദ വേൾഡിലെ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ സയൻസ് ഡെവലപ്പ് ആവുന്നുണ്ട്, ടെക്നോളജി ഡെവലപ്പ് ആവുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഡെവലപ്പ് ആവുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാന സ്റ്റേജ് ആയിട്ട് പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുന്നു. ഈ നാശനഷ്ടങ്ങളുടെ കാരണകാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം. അപ്പോൾ മാത്രമേ ആ ക്ലൈമറ്റ് ചേഞ്ചിനെ പതുക്കെ നമുക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് കിട്ടുള്ളൂ. ഇപ്പൊ റോഡ്രിക് നാഷ് പറഞ്ഞു 1972 പറഞ്ഞു, ഈ എൻവയറമെന്റൽ ഹിസ്റ്ററിയിൽ പ്രിഫർ ചെയ്യുന്നത് എന്താ വെച്ചാൽ മനുഷ്യന്റെ സ്ഥിരതാമസം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ്, എവിടെ അവൻ ജീവിക്കുന്നു, അവൻ എങ്ങനെ ജീവിക്കുന്നു, എന്തൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്നു, എന്തൊക്കെ കാലഘട്ടത്തിൽ കൂടെ എങ്ങനെയാണ് അവൻ ഈ ആദിവാസികളായിട്ടിരുന്ന മനുഷ്യന്മാരെ ഇപ്പോഴത്തെ മനുഷ്യന്മാരായിട്ടും പരിണാമം ചെയ്തതും, ആ പരിണാമത്തിൽ കൂടെ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ എൻവയറമെന്റലിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാര് മരം വെട്ടാൻ സമ്മതിക്കുന്നില്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു സിലിണ്ടർ, ഓക്സിജന്റെ ഒരു സിലിണ്ടർ, മെഡിക്കൽ സിലിണ്ടർ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം എയറിലില്ല. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ശ്വാസം കിട്ടാണ്ട് ആൾക്കാർ മരിക്കുന്നതും, ഈ കൊറോണ ടൈമില് സിലിണ്ടർ ഷോർട്ടേജ് വന്നതും, ഓക്സിജൻ ഷോർട്ടേജ് വന്നതും. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് അടുത്ത ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ഓക്സിജൻ ബോക്സുമാരി നമ്മൾ കൊണ്ടുപോകാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിലയിൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കാണ്ട് നമ്മൾ അതിനെ ഒന്ന് നിർത്തിപ്പിടിക്കുകയും ഒന്ന് വ്യത്യാസപ്പെടുത്തുകയും ചെയ്യണമെന്ന് എൽബൻ റിച്ച് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതിനെ എൻവയറമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ആദ്യകാലം മുതൽ മനുഷ്യൻ ഇന്ററാക്ഷനിലും എത്രത്തോളം ഭൂമിയിലുള്ള സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, അതിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു, അതിനെ കൊണ്ട് അവന്റെ ആഹാരം കഴിക്കുന്നതിനോ ജലജീവാംശങ്ങൾ, ജലം വേണം, ആഹാരം വേണം, കിടക്കാൻ സ്ഥലം വേണം. നമ്മൾ കേവ് ഡ്വല്ലേഴ്സിനൊക്കെ നേരത്തെ കാലത്ത് പഠിച്ചിട്ടുണ്ട് ആന്ത്രപ്പോളജിയില്. അപ്പോ അന്നത്തെ കാലത്ത് അവർക്ക് അത് മതിയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ പരിമിതമായിരുന്നു, വളരെ പരിമിതമായിരുന്നത് കൊണ്ട് അവർക്ക് കിട്ടുക ആഹാരം കഴിക്കുക, കിടന്നുറങ്ങാൻ ഒരു സ്ഥലം, വലിയ വലിയ ബിൽഡിങ്സ് വേണ്ട, വലിയ വലിയ കോട്ടകളും കൊട്ടാരങ്ങളും വേണ്ട, സാധാരണ നിലയിൽ ജീവിച്ചു കൊണ്ടിരുന്നവരാണ്. ആ നിലയിൽ നിന്ന് നമ്മൾ ഭൂമിയെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അതിന്റെ വലിച്ചെടുക്കാനും തുടങ്ങിയത് കൊണ്ടുള്ള പരിണാമമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവനും, അതായത് ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്നതും. ഇതിനെപ്പറ്റി നമ്മൾ ഒരു പരിജ്ഞാനം എല്ലാവർക്കും കൊടുക്കണം, ഏത് വിധത്തിലേക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ EVS എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെ ക്ലാസ്സുകളിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കൂൾ മെത്തേഡ്സിൽ ഈ EVSനെ പറ്റിയും ചെറിയ കുട്ടികൾക്ക് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾക്ക് ചെടികളെ എൻവയറമെന്റൽ ക്ലബ്ബ് ഫോം ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, നശിപ്പിക്കാണ്ടിരിക്കുക,
ചെടികളെ നശിപ്പിക്കാണ്ടിരിക്കുക, ചെടികളുടെ പച്ചപ്പിനെ സഹായിക്കുക, അവർക്ക് വേണ്ട വിധത്തിൽ നിങ്ങൾ വെള്ളവും വളവും കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരിക, വലിയ വലിയ ചെടികളാക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റാലി ചെയ്യുക. എൻവയറമെന്റൽ സയൻസിനെ പറ്റി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ, കാരണം നാളെ അവർ അത് അടുത്ത ഒരു ഫ്യൂച്ചറിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൊണ്ടുവരുന്നത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്ട്രീമിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള വെച്ചാല്, എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ വ്യത്യാസം കൊണ്ടുവച്ചു, എന്താണ് മനുഷ്യന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഫോം. ഫിസിക്കൽ എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പരിസരങ്ങൾ എന്തുകൊണ്ട് അത് ഇത്രത്തോളം നശിച്ചു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കുക. അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ പാടങ്ങളൊക്കെ നികത്തി നമ്മൾ ബിൽഡിങ്സ് ഉണ്ടാക്കി, കടല് വെള്ളം മുഴുവനും ഉപയോഗിച്ച് നമ്മൾ പല വിധത്തിലുള്ള ജീവങ്ങളെയും ചാലങ്ങളെയും ഇതായിപ്പോയി, അല്ലെങ്കിൽ നശിച്ചു പോയി. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത് പരസ്പരം ഒന്നിനൊന്ന് ലിങ്കാണ്. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ വെള്ളത്തിനും ആയിട്ട് ലിങ്കാണ്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഓയിൽ കയറ്റി വിട്ടാൽ കപ്പലിൽ നിന്ന് കപ്പൽ നശിക്കുന്നു, അല്ലെങ്കിൽ കപ്പലിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. ഈ ഓയില് കടലിൽ വീഴ്ന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ആ കടലിലുള്ള മത്സ്യസമ്പത്തിനെ അത് എഫക്റ്റ് ആകും. അല്ലാണ്ട് തന്നെ ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കെമിക്കൽ ചേർന്നിട്ടുള്ള ഫോം ആയിട്ടുള്ള വെള്ളങ്ങൾ ഈ കെമിക്കലിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അത് അതില് പുഴയിലും ഉള്ള ആനിമൽസിനോ അല്ലെങ്കിൽ ഫിഷിനോ അഫക്റ്റ് ആവും. അതിനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും അത് വരും. അപ്പൊ എല്ലാത്തിനും ഓരോ ലിങ്ക് ഉണ്ട്, ഒന്നിനൊന്ന് ലിങ്ക് ഉള്ളത് കൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറയുന്നത് ഫുള്ളറിന്റെ കോൺടാക്റ്റിൽ പറയുന്നത് എർത്തിലും ഭൂമിയിലുള്ള ജീവജാലങ്ങളിലും അതിൽ മനുഷ്യന്റെ സഹവാസം വന്ന ശേഷം മനുഷ്യന്റെ സഹവാസത്തിൽ കൂടെ എത്രത്തോളം അവൻ അതിനെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് അവൻ എത്രത്തോളം വലിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിലാണ് നമ്മൾ ഈ പറയുന്നത് മനുഷ്യനും മനുഷ്യന്റെ ആന്ത്രോപോളജി എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ആന്ത്രോപോളജി എന്ന് വെച്ചാൽ റിലേറ്റഡ് ഒരു മനുഷ്യനെ പറ്റി പഠിക്കുന്നതാണ് ആന്ത്രോപോളജി. അപ്പൊ ആന്ത്രോപോളജി മനുഷ്യന്റെ കാരണം കൊണ്ട്, മനുഷ്യ ജീവജാലങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള നറേറ്റീവ്സ് എന്തൊക്കെ വ്യത്യാസങ്ങളാണോ അതിനെയാണ് ആന്ത്രോപോസെൻട്രിക് എന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നോക്കുമ്പോൾ അവിടെ എന്താ വരുന്നത് വെച്ചാല് കൾച്ചറിലും ഓരോ വിധത്തിലും കൾച്ചറും ഇന്റലക്ച്വലും. കൾച്ചറലായിട്ട് എന്ത് വിധത്തിലാണ് ഇവിടെ സയൻസ് അല്ലെങ്കിൽ കാടും കൾച്ചറും തമ്മിൽ വരിക. കാട്ടിലുണ്ടായിരുന്ന ആൾക്കാരുടെ കൾച്ചർ വ്യത്യാസം, അവരൊരിക്കലും ആഹാരത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഹണ്ട് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ വേട്ടയാടാറുള്ളൂ. പക്ഷേ ആവശ്യമില്ലാണ്ട് മൃഗങ്ങളെ കൊല്ലുക, അതുങ്ങളുടെ തൊലി, അതേമാതിരി കൊമ്പ്, അതേമാതിരി സാധനങ്ങൾ വിറ്റ് കാശാക്കുക. അപ്പൊ അവിടെ അത് ബിസിനസ്സായി. ആ ബിസിനസ് വരുമ്പോ ഇവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് പാമ്പിന്റെ സ്കിൻ എടുത്ത് ലെതർ ആക്കുക, അല്ലെങ്കിൽ ബാഗ് ആക്കുക. അതേമാതിരി തന്നെ ഒരു ഫർ എന്ന് പറഞ്ഞിട്ട് ഒരു തൊലിപ്പുറത്തുള്ള ഈ മിന്റിലെ കോട്ട്, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതുങ്ങളെ നമ്മൾ ആനിമൽസിനെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ നമ്മൾ കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അത് വെച്ചാൽ ഈ ഫർ കോട്ടിന് വെസ്റ്റേൺ കൺട്രികളിൽ വാല്യൂ കൂടുതലാണ്. അപ്പോൾ ജീവനോടെ ഇരിക്കുന്ന മൃഗങ്ങളെ തൊലിയോടുകൂടി അതിനെ വൂണ്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്യാണ്ട് തൊലി ഉരിച്ചെടുക്കുകയാണ്. ആ തൊലി ഉരിച്ചെടുക്കുമ്പോൾ അതിന്റെ മേലിലുള്ള രോമങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ എത്രത്തോളം മനുഷ്യന്മാര് ബുദ്ധി കൂടുന്നോറും അവന് കരുണ കുറയുന്നു. അപ്പൊ അങ്ങനെ അതിന് ബിസിനസ് ഉണ്ടാക്കി, ബിസിനസ് മുഖാന്തരം എനിക്ക് വലിയ സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് വലിയ വലിയ പൊളിറ്റിക്കൽ ലെവലില് ഹൈറ്റ് ലെവലിൽ പോകണമെന്ന് വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരിക. പണ്ട് കാലത്ത് നമ്മുടെ സന്യാസിമാരും അതേമാതിരി ചൈനയിലുള്ളവരും ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു വിധത്തിലും ആനിമൽസിനെ ഉപദ്രവിക്കരുത്, ഹിംസ പാടില്ല, ഹിംസയിൽ കൂടെ നിങ്ങൾ ഒന്നും അച്ചീവ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ആ വിചാരങ്ങളും
ആ വികാരങ്ങളെയൊക്കെ മറന്നിട്ടാണ് ആൾക്കാര് ഈ സ്വന്തം സ്വാതന്ത്ര്യത്തിന് സ്വാർത്ഥതയുടെ പേരിലും നേച്ചറിന്റെ പേരിലും അല്ലെങ്കിൽ കൾച്ചറാണ് എന്നുള്ള ലെവലിന്റെ പേരിലും എന്ത് കൾച്ചറാണ് ഇങ്ങനെ ആനിമൽസിനെയൊക്കെ ക്രൂവൽറ്റി കാണിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ കൊന്നിട്ട് ജീവിക്കുന്നത്? പാമ്പായിക്കോട്ടെ, നക്ഷത്ര ആമയായിക്കോട്ടെ, ഏത് വിധത്തിലുള്ള ആനിമൽസിനെ അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ട്, അവരുടേതായ ഒരു നേച്ചർ ഉണ്ട്. അതിൽ ജീവിക്കാൻ, അതിൽ അവർക്ക് ജീവിക്കാനും അവരുടെ റീപ്രൊഡക്ഷനും എല്ലാം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്ത് അതുങ്ങളുടെ വംശനാശം വരുത്താതെ നോക്കണം. അതിനാണ് നമ്മൾ ഇവിടെ സെക്കൻഡ് സ്ട്രീമിൽ നമ്മൾ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഏത് വിധമായ ആർട്ടായാലും ശരി, ലാംഗ്വേജ് ആയാലും ശരി, റിലീജിയൻ ആയാലും ശരി, എന്തായാലും ശരി, ഇതിൽ കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇതിലൊന്നും ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കട്ടെ, പക്ഷെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാണ്ടിരിക്കുക, അതിനെ നശിപ്പിക്കാണ്ടിരിക്കുക. അതേസമയം നമ്മളിപ്പോ സെപ്റ്റംബർ 5-ാം തീയതി എൻവയറമെന്റൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച് അവർക്ക് രാജ്യത്തിലുള്ള അല്ലെങ്കിൽ മരങ്ങളോട് സ്നേഹം, ഒരു വാത്സല്യം, അതൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ഈ സെക്കൻഡ് മെയിൻ സ്ട്രീമിൽ കൂടെ വിചാരിച്ചത്. ഇനി തേർഡ് മെയിൻ സ്ട്രീമിൽ നമ്മൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാല്, നമ്മള് ഇതില് പൊളിറ്റിക്കലും അതെങ്കിൽ പോളിസി റിലേറ്റഡ് എൻവയറമെന്റൽ ഹിസ്റ്ററി. ഈ പൊളിറ്റിക്കൽ ആൻഡ് പോളിസി റിലേറ്റഡ് എൻവയറമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ രാജ്യത്തുള്ള ന്യായം അല്ലെങ്കിൽ ഭരണഘടന വിധത്തിൽ ഭരണഘടനയിൽ കൂടെ അതിനെ കറക്ഷൻ ചെയ്യുക. അതായത് നമ്മൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു വീരപ്പൻ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആളുണ്ടായിരുന്നു. കാട്ടിൽ കയറി, കർണാടക ബോർഡറിൽ കാട്ടിൽ കയറി അതായത് ചന്ദന മരം മുറിച്ചെടുക്കുക. ചന്ദന മരം ഉണ്ടാകാൻ അതിന്റെ ഓരോ മരത്തിന്റെയും റിങ് നോക്കിയാൽ അറിയാൻ പറ്റും അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് വരുന്നതെന്ന്. അപ്പൊ വലിയ വലിയ മരങ്ങൾ മുറിച്ച് അതിനെ ചന്ദന മരത്തിനെ വിറ്റ് കാശാക്കുക, അല്ലെങ്കിൽ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാട്ടുകള്ളന്മാരെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെതായ പോളിസി, അതിൻ്റെതായ സ്വാതന്ത്ര്യം, അതിൻ്റെതായ സുഖം അല്ലെങ്കിൽ മണം അല്ലെങ്കിൽ അതിൻ്റെ പണം അവരെ പൊളിറ്റീഷ്യൻസ് ഉപയോഗിക്കുന്നതിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് എങ്ങനെയാ കൊടുക്കുന്നത് വെച്ചാൽ, പൊളിറ്റിക്കലി ആൾക്കാർ, ഇൻഫ്ലുവൻസ് ഉള്ള ലീഡേഴ്സ് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജാമ്യത്തിൽ കൊടാൻ അന്വേഷിക്കും. അല്ലെങ്കിൽ ഇവര് വരുന്ന പോലീസുകാർ വരുന്നുണ്ട് അറിയണ്ടെങ്കിൽ, എൻവയറമെന്റലിസ്റ്റ് വരുന്നുണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇവരോട് മാറാൻ പറയും. അപ്പോ കാട്ടിലും വീട്ടിലും നാട്ടിലെ കള്ളന്മാരാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ളവര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വലിയതായിട്ടുള്ള ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ മരങ്ങൾ ഓരോ മരങ്ങളല്ല കട്ട് ചെയ്യുന്നത്, ടണ്ണ് കണക്കിനാണ് അവർ കട്ട് ചെയ്ത് മാറ്റുന്നത്, എന്നിട്ട് അതിനെ വിൽക്കുക. അതേമാതിരി ആക്ടിവിറ്റീസ് എല്ലാത്തിലും ഞാൻ മരണം ഒരു ഉദ്ദേശമായിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആനിമൽസിനെയും പിടിച്ച് കൊല്ലുന്നുണ്ട്, കാട്ടിൽ ജീവിക്കുന്ന ആനിമൽസ് അതിനെയും കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് പോച്ചിങ് എന്ന് പറയും. പോച്ചിങ് എന്ന് വെച്ചാൽ ആനയുടെ കൊമ്പെടുക്കുക, അതേമാതിരി കാണ്ടാമൃഗത്തിന്റെ കൊമ്പെടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ആനിമൽസിന്റെയും അവരുടെയും ജീവനെ നശിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ അതും സൊസൈറ്റിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. വീട്ടിലെ വലിയ ആനക്കൊമ്പ് ഭംഗിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അവനൊരു സ്റ്റേറ്റസ് ആണ്, മണി സ്റ്റേറ്റസ് ആണ് അവിടെ വരുന്നത്. പക്ഷെ അതിനെ എത്രയും പ്രായമായ ആനയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, ഒരുപാട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കണ്ടു പ്ലാസ്റ്റിക് ഒക്കെ വയറിന്റെ അകത്ത് പോയിട്ട് ആനകൾ മരിക്കുന്നു, അല്ലെങ്കിൽ ആനകൾക്ക് ഷോക്ക് ഏൽക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതും ഒരു മനുഷ്യന്റെ എഫേർട്ട് കൊണ്ട്, മനുഷ്യന്റെ റിലേഷൻഷിപ്പ്, സൊസൈറ്റിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഈ എൻവയറമെന്റൽ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വിധത്തിലുള്ള മനുഷ്യനായാലും ശരി, മാൻകൈൻഡ് ആയാലും ശരി, നേച്ചർ ആയാലും ശരി, പല വിധത്തിലുള്ള ലൊക്കേഷൻസിൽ പല സർക്കംസ്റ്റൻസസിൽ ജീവിക്കുന്നവരുണ്ട്. അവര് സ്വയം ജീവിക്കുക,
അതേമാതിരി തന്നെ ബാക്കിയുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്താ മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് ഒരേ സമയത്ത് പല വിധത്തിൽ അവർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതുങ്ങളെ വയനാട്ടിലായിക്കോട്ടെ അല്ല കോടനാടായിക്കോട്ടെ അതിനെ വേണ്ട വിധത്തിൽ പരിപാലിക്കുക. മരങ്ങളെയും നാട്ടിനെയും നാട്ടിന്റെ അവസ്ഥയിൽ ഉള്ള അനിമൽസിനെയും എല്ലാം ഇന്റർ ഡിസിപ്ലിനറി ലെവലിലും നമ്മൾ എൻവയറമെന്റൽ ഹിസ്റ്ററിയിൽ കൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത്, ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത്, അതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കി കൊടുത്ത് നശിപ്പിക്കാണ്ടിരിക്കാൻ പഠിച്ചാൽ തന്നെ ഒരു 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 ഓരോ കുട്ടികൾക്കും നമ്മളിപ്പോ പറയാറുണ്ട്, സാധാരണ ചെടി നട്ട് വളർത്തി ആ ചെടി വളർന്നു വന്ന് അതിൽ നിന്ന് ഒരു പൂവോ കായോ ഒരു പഴമോ കിട്ടുമ്പോൾ എത്രത്തോളം നമുക്ക് ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന മാതിരി പരിപാലിച്ച് അത് നോക്കുമ്പോൾ സന്തോഷം വരുന്നു. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരാനാണ് തേർഡ് മെയിൻ സ്ട്രീം വഴി നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ, ഡിബേറ്റ്സ് പല വിധത്തിലും നടന്നിട്ടുണ്ട്. എന്തൊക്കെ വിധത്തില് എൻവയറമെന്റൽ എത്തിക്സ് എന്നാൽ എന്താണ്, ഇതിനെപ്പറ്റിയും ചർച്ചകൾ നടക്കുന്നുണ്ട്, വേൾഡ് വൈഡിലും നടക്കുന്നുണ്ട്. ആന്ത്രോപോസെൻട്രിക്, എക്കോസെൻട്രിക് റിലേറ്റഡ് മാറ്റേഴ്സിനെ പറ്റിയും നമ്മൾ ചർച്ചകൾ, ഡിബേറ്റ്സ് എന്ന് വെച്ചാൽ ചർച്ചകളാണ്. ചർച്ചകൾ ആന്ത്രോപോസെൻട്രിക്കും എക്കോസെൻട്രിക്കും, എക്കോ എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ സെൻട്രിക്, അങ്ങനെയുള്ളത് ഡിബേറ്റ്സ് അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ചർച്ചകളുടെയൊക്കെ പരിണാമം എന്താണ്, ഓരോരുത്തരുടെയും ഓരോ വേവില് അല്ലെങ്കിൽ ഓരോ വിധത്തിലുള്ള അതിനെപ്പറ്റി ഹിസ്റ്റോറിക്കലി എഴുതി ഉണ്ടാക്കുക. അപ്പോൾ ഈ ചർച്ചയുടെ പരിണാമം എന്തായിരുന്നു, ഇതിന്റെ ചർച്ചകളിൽ ആരൊക്കെ പങ്കെടുത്തു, അങ്ങനെ ഹിസ്റ്റോറിക്കലി അത് എഴുതി ഉണ്ടാക്കി അതിൽ കൂടെ നമുക്ക് കുറച്ചുകൂടെ ഓരോരുത്തരും ഓരോ ചർച്ചയിലും അവനവന്റെ തോന്നലാണ്, അല്ലെങ്കിൽ അതിൽ ചർച്ചയിൽ ഡിബേറ്റില് അവനവന്റെ അഭിപ്രായമാണ് പറയുന്നത്. ആ അഭിപ്രായത്തിൽ എത്രത്തോളം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത ആള് ഞാൻ പറയുന്ന പോയിന്റിൽ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു, അതിൽ എത്രത്തോളം അതിന് വെയിറ്റേജ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഓരോ ചർച്ച കഴിയുമ്പോൾ ഒരു ഫൈനൽ അനാലിസിസ് അല്ലെങ്കിൽ ഫൈനൽ ആയിട്ട് ഒരു ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഒരു റിവൈവൽ ഉണ്ട്, ഒരു ബ്രഷപ്പ് ഉണ്ട്. ഇത് പറഞ്ഞതിന് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എക്സ് പറഞ്ഞതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വൈ പറഞ്ഞതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരു റെക്കോർഡിംഗ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അതിനെപ്പറ്റി വീണ്ടും ഒന്നുകൂടെ ആക്ഷൻ ചെയ്യാനും അതിനെപ്പറ്റി വീണ്ടും ഒന്നുകൂടെ ചർച്ചയിൽ കൂടെ ഗവൺമെന്റ് മുഖാന്തരം, നമ്മളുടെ പൊളിറ്റിക്കലി ഗവൺമെന്റ് മുഖാന്തരം അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ എത്തിക്സ് ആണ് അവിടെ ഡിസ്റ്റർബ് ആവാണ്ട് വരുന്നത്, എന്ത് ഫിലോസഫിയാണ് അവിടെ റെഫറൻസ് വന്നിട്ടുള്ളത്, എന്തിനാണ് നമ്മൾ നേച്ചറിന് എന്തിനാണ് ഇത്രത്തോളം വാല്യൂ കൊടുക്കുന്നത്, ആ വാല്യൂ കൊടുത്തുകൊണ്ട് എന്താണ് മനുഷ്യന് കിട്ടുന്ന ഉപകാരങ്ങൾ, ആ ഉപകാരം കിട്ടുമ്പോൾ മനുഷ്യന് എത്രത്തോളം ബ്രോഡായിട്ടും എത്രത്തോളം വാല്യൂസിലായിരിക്കും കൊണ്ടുവരാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി പരാമർശിച്ച് ഡിസ്കഷൻ ചെയ്യിച്ച് ഒരു സർവേ നടത്തി പല വിധത്തിലും കൊണ്ടുവരുമ്പോൾ ഒരു ചേഞ്ച്, ആകെ മൊത്തം ഒരു ചേഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ എൻവയറമെന്റൽ ഹിസ്റ്ററിയിലെ പറ്റി ഡിബേറ്റ്സ് നടത്തി ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, പണ്ട് കാലത്ത് ജോഗ്രഫിയിൽ പഴയ സ്കൂൾ ടൈമിൽ പഠിച്ചതാണ്, ഈ സ്ലൈഡ്സ് ഉണ്ട്, അതായത് ഓഷ്യന്റെ അകത്ത് ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് വഴി വരുമ്പോൾ വന്നതും പണ്ട് കാലത്തിൽ ഇന്ത്യ ഇവിടെ ഈ സമയത്തല്ലായിരുന്നു, വളരെ താഴെയായിരുന്നു. പ്ലേറ്റ്സ് മൂവ്മെന്റ് കാരണമാണ് അതിങ്ങനെ കേറി വന്ന്, അപ്പൊ അതിന്റെ ഫോൾഡഡ് മൗണ്ടൻസ് ആണ് പറയാ, ഇങ്ങനെ വന്ന് മൗണ്ടൻസ് ഉണ്ട്. അതായത് കാരണം ആ ഇന്ത്യയുടെ ചരിത്രത്തിനും ഇപ്പോഴത്തെ സ്ഥിതിക്കുമുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന്റെ നടുവിൽ മഞ്ഞുമലയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പണ്ട് കടലായിരുന്നു. ആ കടലിന് ഇങ്ങനെ ഫോൾഡിൽ പൊങ്ങി മലയായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ മഞ്ഞുമലയായിട്ട് നിൽക്കുകയാണ്. ഇത് നമ്മൾ ഇതിന് ചരിത്രപരമായിട്ടുള്ള ഒരു റീസൺ, ജോഗ്രഫിക്കലി ഒരു റീസൺ. ആ ഫോൾഡ് ഇങ്ങനെ മാറി
പ്ലേറ്റ്സ് അണ്ടർ ദ സീ കറന്റിലും പ്ലേറ്റ്സ് മൂവ്മെന്റ് ഉണ്ട്. ജോഗ്രഫി പഠിക്കുന്നവർക്ക് അതിനെപ്പറ്റി നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മൂവ്മെന്റ് ആണ് എന്തുകൊണ്ട് അത് കടലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാകുന്നത്. സിദ്ധാന്തം എന്ന് വെച്ചാൽ അവിടെ ഈ കടലിൽ കണ്ടിരുന്ന അനിമൽസിന്റെ ഫോസിൽസ് കണ്ടുപിടിച്ചു. ഇതെല്ലാം സയൻസ് ആണ്, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. പക്ഷെ സയന്റിഫിക്കലി അങ്ങനെ ഒരു പ്രൂവ് ഡിബേറ്റ്സിൽ വന്നിട്ട് ഞാനൊന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസിബിൾ ആണ്, അത് വളരെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്കത് നോ എന്ന് പറയാനും പറ്റില്ല, യെസ് എന്ന് പറയാനും പറ്റില്ല. കാലം ചിന്തിച്ചു വരട്ടെ. അപ്പൊ ഡിബേറ്റിൽ എപ്പോഴും ചർച്ചകളിൽ യെസ്സും നോവും പലതും വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മളുടെ ചർച്ച വരുന്നത് ഭൂമിശാസ്ത്രപരമായി എൻവയറമെന്റൽ ആയിട്ടും അതിനെയും ഏത് വിധത്തിൽ ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്ത് ഉള്ളതാണ്. ഇനി ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് എക്കോ സെൻട്രിക് വരുമ്പോഴത്തേക്കും ഇവിടെ മനുഷ്യന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ തന്നെ ഒരു നേച്ചറിൽ ഉള്ള റെസ്പോൺസിബിലിറ്റി, ആ റെസ്പോൺസിബിലിറ്റിയിൽ കൂടെ അവൻ ജീവിക്കുമ്പോൾ എത്രത്തോളം ഡാമേജ്, നേരത്തെ ഞാൻ പറഞ്ഞു, എത്രത്തോളം ഡാമേജ് അവൻ നടത്തുന്നുണ്ട്. ഈ ഡാമേജിനെ ഏത് വിധത്തിലാണ് അവൻ ആന്ത്രോപോസെൻട്രിസം, എന്റെ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ സയൻസ് റിലേറ്റഡ് വിത്ത് മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് ആന്ത്രോപോളജി. ആന്ത്രോപോളജിക്കലി അല്ലെങ്കിൽ ആ മനുഷ്യന്റെ പ്രസൻസ് കൊണ്ട് ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു. ഇവിടെ നമ്മൾ അസേർട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനായിക്കോട്ടെ മനുഷ്യനല്ലാത്ത അവരായിക്കോട്ടെ, എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഡിപ്പെൻഡന്റ്, പരസ്പരം നമ്മൾ എക്കോസിസ്റ്റത്തിൽ ഡിപ്പെൻഡ് ചെയ്യാണ്. നമ്മൾ പുല്ല് മുളയ്ക്കുന്നു, പുല്ല് നിങ്ങള് പഴയ സ്കൂൾ ഡേയ്സിലേക്ക് ഒരു ഫുഡ് സൈക്കിൾ എന്നൊരു സാധനമുണ്ട്. പുല്ല് പശു തിന്നുന്നു, പശുവിന്റെ ഇങ്ങനെ സൈക്ലിക് ആയിട്ട് വരുന്ന ഒരു ചിത്രം കൂടി ഉണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. അതായത് ഫുഡ് ചെയിൻ എന്നാണ് അതിന് പറയാ. ഒന്നിനൊന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ചെയിനിൽ ഇതിലെല്ലാത്തിലും അവസാനം വരുന്നത് മനുഷ്യനായിട്ട് വന്നിട്ടുള്ള മനുഷ്യനാണ് കൂടുതൽ അപകടകാരി. ഞാൻ നേരത്തെയും പറഞ്ഞു, മൃഗങ്ങൾ വേട്ടയാടുന്നത് അവർക്ക് വിശപ്പുള്ളപ്പോൾ മാത്രമാണ്. പക്ഷെ മനുഷ്യന്മാർ വേട്ടയാടുന്നത് ഒരു പ്ലഷർ ലവിങ് ആയിട്ടും കൂടെ, ഒരു ഹോബി ആയിട്ടും കൂടെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹോമോസാപ്പിയൻസിന്റെ കാലഘട്ടത്തിൽ, എവല്യൂഷണറി കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ മൃഗങ്ങളമാർ തന്നെ ജീവിച്ചിരുന്നു. അവർക്ക് അത്ര വലുതായിട്ട് കാര്യങ്ങളായിട്ടൊന്നും അറിയില്ല. അവർ ആ കാലഘട്ടത്തിൽ, ഹോമിയോസാപ്പിയന്റെ കാലഘട്ടത്തിൽ അവർ ജീവിക്കുമ്പോൾ പതുക്കെ ഗ്രാജുവൽ ആയിട്ടാണ് അവർ ഇപ്പോൾ ഉള്ള മനുഷ്യന്റെ ലെവലിലേക്ക് എത്തുന്നത്. ഈ മനുഷ്യന്റെ രൂപത്തിലേക്ക് അവൻ എത്തിപ്പെടാൻ വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് എറർ ആൻഡ് ട്രയൽ എന്നുള്ള ലെവലിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആ വ്യത്യാസത്തിനെയാണ് നമ്മൾ ഈ കാലഘട്ടം കൊണ്ട്, അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം തന്നെ കൊണ്ടുവന്നത് ആ കാലഘട്ടത്തിലാണ്. ഇനി അടുത്തത് നോക്കാം. ആന്ത്രോപോജനിക് എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്നതും നമ്മളുടെ താമസത്തിന് പറ്റിയിട്ടുള്ള സ്ഥലങ്ങളും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിയനും സയന്റിസ്റ്റും രണ്ടുപേരും ഒരേമാതിരി സമ്മതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരേമാതിരി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെ പറ്റി? ഹാബിറ്റാറ്റ്, നമ്മൾ താമസിക്കുന്ന സ്ഥല സൗകര്യങ്ങളിൽ. നമ്മൾ ഹിസ്റ്ററിയിൽ നേരത്തെ പഠിച്ചു, മനുഷ്യൻ ചരിത്രത്തിന്റെ കാലഘട്ടത്തിൽ, ചരിത്രം അല്ലെങ്കിൽ ഒരു എല്ലാ നദീ സിദ്ധാന്തങ്ങളും വന്നിട്ടത് നദീതീരത്താണ്, നദീ തടാകത്തിലാണ്. ഈ മനുഷ്യന്റെ രാശിയിൽ തന്നെ ഉത്ഭവങ്ങൾ, അല്ലെങ്കിൽ വളരെ വളരെ ചരിത്രപരമായ നൈൽ വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, നൈൽ വാലിയില് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഹോങ്വോ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇതൊക്കെ റിവർ അല്ലെങ്കിൽ നദീ തടാകത്ത് വന്നത് കൊണ്ട്. എന്തിനാന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിന്റെ ആവശ്യം, വെള്ളം വേണമല്ലോ ജീവിക്കാനായിട്ട്. അപ്പോ പിന്നെ അത് അവിടെ അഗ്രികൾച്ചർ വരുന്നു. അങ്ങനെ അഗ്രികൾച്ചർ, കൃഷി, ഓടി നടന്ന ആള് കൃഷി ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് അവിടെ സെറ്റിലായി. ഇങ്ങനെ
ആന്ത്രോപോളജിയും സയൻസും അല്ലെങ്കിൽ മനുഷ്യന്റെ എൻവയറമെന്റിൽ കൂടെ ജീവിക്കുന്ന എൻവയറമെന്റിൽ കൂടെ അവൻ എവിടെയാണോ താമസിച്ചത് 50 വർഷം മുമ്പ് എവിടെയാണോ താമസിച്ചത് അവിടുത്തെ ചേഞ്ചസ് ആണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റി വൈസും എന്തൊക്കെ ചേഞ്ചസ് വന്നു, ആ ചേഞ്ച് കൊണ്ട് എന്താണ് അതിന്റെ പരിണാമം, ഗ്ലോബൽ എൻവയറമെന്റിൽ അത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ വളരെ ടെക്നോളജി വന്ന ശേഷം, ടെക്നോളജി വന്നു അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നതും ഇപ്പോൾ കൃഷി ചെയ്യുന്നതും സയൻസ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞിട്ടുള്ള കൃഷിയും ഒക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗമുണ്ടായത് അല്ലെങ്കിൽ എന്താണ് നശിച്ചത്, ഇതിനെ തിരിച്ചു മാറ്റാൻ പറ്റുമോ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 10-60 കൊല്ലം കൊണ്ട് നമ്മൾ ഈ മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ മനുഷ്യന്മാര് ജീവിച്ച് അവര് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ചേഞ്ചസ് ഉണ്ടാക്കി ഓരോന്നിനും ഓരോ റേറ്റിലും ഓരോ സ്കെയിലിലും എത്രത്തോളം കൂടുതൽ നശിപ്പിച്ചു, എത്രത്തോളം കൂടുതൽ വ്യത്യാസം വന്നു എന്നുള്ളത് നമ്മൾ അളവുകോൽ വെച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ആന്ത്രോപോസെനി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാല് എർത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മൂവ്മെന്റ് ജിയോളജിക്കലി ഒരു മൂവ്മെന്റ് ഉണ്ട്. അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. അത് ഇങ്ങനെയുള്ളതല്ല, ഒരു സ്ലാൻഡ് ഉണ്ട്. ആ സ്ലാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരുന്നുകൊണ്ടാണ് നമ്മൾക്ക് കറണ്ട് ഡിഫറെന്റ് എന്താ പറയാ നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്നു. അതേമാതിരി അതിന്റെ ഫോഴ്സസ് കൊണ്ടും നമുക്ക് വർഷങ്ങൾ മാറി വരുന്നു, ഋതുക്കൾ വരുന്നു, സമ്മർ വരുന്നു അല്ലെങ്കിൽ വിന്റർ വരുന്നു, അതിൻ്റെത് ഒപ്പത്തിന് മഴ, വെയില്, വെളിച്ചം ഇതൊക്കെ കിട്ടുന്നു. ഭൂമിയിൽ സൂര്യന്റെ രശ്മികൾ പതിക്കുന്നതനുസരിച്ച് അതാത് സ്ഥലങ്ങളിൽ അതാത് വിധത്തിലുള്ള ജീവജാലങ്ങൾ വളരുകയും അതാത് തരത്തിലുള്ള ജീവജാലങ്ങളുടെ വളരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ ജിയോളജിക്കൽ ഫോഴ്സ് ആണ്. അപ്പൊ അതിന് നമ്മൾ മനുഷ്യൻ വ്യത്യാസം വരുത്തുമ്പോഴോ അല്ലെങ്കിൽ മനുഷ്യൻ അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ദുരിതപ്പെടുത്തുമ്പോഴോ ആണ് ഈ വ്യത്യാസങ്ങൾ വരിക. ആന്ത്രോപോസെനിയിൽ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ മനുഷ്യന്റെ എല്ലാവിധത്തിലുള്ള പരിപാടികളും എന്തൊക്കെ പരിപാടികൾ ചെയ്താലും നമ്മളിപ്പോ എത്രയോ മരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു വീരപ്പൻ എന്ന് പറഞ്ഞ ഒരു കാട്ടുകള്ളൻ വർഷങ്ങളോളം യുഗങ്ങളോളം എടുത്തിട്ടുള്ള മരങ്ങളെ വെട്ടി മുറിച്ചു മാറ്റി, അത് പെട്ടെന്ന് ഒരു ദിവസം മാറ്റി അവിടെ റിവൈസ് ചെയ്ത് അത്രയും വലിയ വലിയ തടികളായിട്ടുള്ള മരങ്ങളെ കൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യം നമ്മൾ അതിനെ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതിനാണ് നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിട്ട് ഈ എൻവയറമെന്റൽ ഡീഗ്രേഷൻ നടത്താണ്ട് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ. ഇപ്പൊ പ്രസന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് മുഴുവൻ പ്ലാസ്റ്റിക് ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനും സയൻസും വന്ന ശേഷം പ്ലാസ്റ്റിക്കിന്റെ ഡിസ്റ്റർബൻസ് ആണ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു, പ്ലാസ്റ്റിക് കൊണ്ടു നടക്കുന്നു, പ്ലാസ്റ്റിക്കിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പ്ലാസ്റ്റിക്കിനെ എവിടെയാ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? വെള്ളത്തില്, അല്ലെങ്കിൽ അത് വെള്ളം ഒഴുകിപ്പോയി കടലിൽ വീഴുന്നു. കടലിൽ ഉള്ള ജീവജാലങ്ങൾക്കും പുഴയിലും നദിയിലും ഒക്കെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ വരുന്ന. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിനെ ബാൻ ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുണ്ട്? ഈ പുല്ല് കിട്ടാത്ത പശു അല്ലെങ്കിൽ പുല്ല് കിട്ടാത്ത ആന പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ എടുത്ത് തിന്നുക ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പോസ്റ്ററിൽ ഒട്ടി വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റിന് വലിയ വലിയ സിനിമ പോസ്റ്റേഴ്സ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ തിന്നുന്ന പശുക്കള്, ഇവരുടെയൊക്കെ വയറ്റിൽ ഇത് പോയി കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം അതിൽ മരുന്നുകളുണ്ട്, അതിൽ പല വിധത്തിലുള്ള ഡൈ ഉണ്ട്, അത് ഒട്ടിക്കുന്ന ഗമ്മിന്റെ വിഷാംശമുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ആക്ടിവിറ്റി കൊണ്ട് ജീവജാലങ്ങൾക്കും ഭൂമിയിലെ സസ്യമൃഗാദികൾക്കും ഇത്രത്തോളം നശിപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത് മനുഷ്യനെയാണ്.
കാരണം മനുഷ്യൻ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിൽ പോണ്ടേ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭൂമിക്ക് ഇത്രത്തോളം സഫറിങ്സ് വരേണ്ട കാര്യമേ വരുന്നില്ല. ഹോളോസിനി, ഈ ഗ്ലേസിയൽ എപ്പോക്കില് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള വെച്ചാൽ 700 കലണ്ടർ ഇയേഴ്സ് എഗോ, അല്ലെങ്കിൽ അത്ര വർഷത്തിന് മുമ്പ് ഇപ്പൊ കാണുന്ന തരത്തിലുള്ള ഒരു ഗ്രേവിയസ് 1869 പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് ആണ് ഇന്റർനാഷണൽ ജിയോളജിക്കൽ കോൺഗ്രസ്. പോർച്ചുഗലിലാണ് നടന്നത് 1885. ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം 4.6 ബില്യൺ ഇയേഴ്സിലും ഒരു മോൾട്ടൺ സ്റ്റേറ്റിലായിരുന്നു എർത്ത്, അല്ലെങ്കിൽ ഒരു ലാവയുടെ രൂപത്തിൽ. പക്ഷെ എത്രയോ മില്യൺസ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോ ഉള്ള ഈ ഗ്ലേസിയേഴ്സും അല്ലെങ്കിൽ ഇന്റർ ഗ്ലേസിയേഴ്സും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 2 വർഷം കൊണ്ടോ 2000 വർഷം കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളല്ല. മില്യൺസ്, എത്രയോ യുഗങ്ങൾ എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ നശിപ്പിക്കാണ്ട് നോക്കാൻ നമ്മൾ നോക്കണം. ഇവിടെ റോബർട്ട്സ് പറഞ്ഞിട്ടുള്ളത് ഇതേ വിധം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്ന സോയിലിന്റെ ഫോർമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, മലകളുടെ ഈ ക്വാറീസ് ഒക്കെ വെട്ടുകയാണെങ്കിൽ നോക്കാൻ പറ്റും. അതിന്റെ കളറില് ഈ ക്വാറീസ് മരം ഉണ്ടായി വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോക്കിന്റെ ഫോർമേഷനും, ലാവയിൽ നിന്ന് റോക്ക് വരുന്നു, ഇഗ്നീഷ്യസ് റോക്ക് വരുന്നു, സെഡിമെന്ററി റോക്ക് വരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉണ്ടായി ഫോർമേഷനിൽ വരാൻ യുഗങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ നശിപ്പിക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. ഈ ഓരോ റോക്കിന്റെയും കളർ വ്യത്യാസം, ലെയർ വ്യത്യാസം നോക്കിയാൽ അറിയാൻ പറ്റും അത് എത്ര കൊല്ലം, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ സ്റ്റേറ്റ് ഓഫ് സോളിഡാരിറ്റി, ആ സോളിഡ് ഫോർമാറ്റിൽ എത്തുന്നത്. ഇവിടെ ക്ലൈമാറ്റിക് വേരിയേഷൻസ് വരുന്നു. ഏതൊക്കെ വിധത്തില് ഷോർട്ടറായിട്ടും മാഗ്നിറ്റ്യൂഡിലായിട്ടും ഉള്ള ക്ലൈമാറ്റിക് വേരിയേഷൻസ് വരുന്നു. എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് വന്നത്? ഇതിനെ എത്രത്തോളം നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അവരുടെ കാലഘട്ടം കൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി മറിക്കേണ്ടതും. ഇനി തീ കണ്ടുപിടിച്ചു, ആദ്യകാലങ്ങളിൽ തീ കണ്ടുപിടിച്ചു, ശരിയാണ്. തീ കണ്ടുപിടിച്ചത് അതുവരെ മനുഷ്യൻ പച്ച മാംസമോ പച്ച വിധത്തിലുള്ള സാധനങ്ങളാണ് കുക്ക് ചെയ്യാണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ തീ കണ്ടുപിടിച്ച ശേഷം, തീ കണ്ടുപിടിച്ചതല്ല, അത് ആക്സിഡന്റലായിട്ട് വൈൽഡ് ഫയർ വന്ന ശേഷം വൈൽഡ് ഫയറിൽ കൂടെ ചെറിയ മൃഗങ്ങൾ മരിച്ചു പോവുകയും അല്ലെങ്കിൽ വെന്തു പോവുകയും ചെയ്യുമ്പോൾ ആ മാംസത്തിനെ തിന്നുന്ന ആദ്യ മനുഷ്യന് മനസ്സിലായി ഇങ്ങനെ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ വെന്ത ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഇതിങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അവിടെ കൾച്ചറൽ വ്യത്യാസം വരുന്നു. ഓരോ ഹണ്ടറും ഇതിനെ എടുക്കുക, അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടി കൊന്ന് കുക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഫയറിൽ കൂടെ കുക്ക് ചെയ്ത് തിന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ്. മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പാർട്ടാണ്, പക്ഷെ അതിന്റെ ടേസ്റ്റ്, ആ നാക്കിന്റെ തുമ്പത്തുള്ള ടേസ്റ്റ് ആണ് ഇങ്ങനത്തെ പല വിധത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും അത് ചെയ്ത് കഴിച്ചു നോക്കാനും അവനെ പ്രേരിപ്പിക്കുന്നത്. അത് തെറ്റല്ല. പക്ഷെ എത്രത്തോളം നമ്മൾ ഇത് ഭൂമിനെയും ഭൂമിയിലുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കാണ്ട് ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ പഠിച്ചു സോളാർ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വെയിൽ അല്ലെങ്കിൽ സൂര്യന്റെ രശ്മികളിൽ നിന്ന് കിട്ടുന്ന ആ രശ്മിനെ എനർജിയാക്കി മാറ്റി അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഇപ്പോൾ പല വീടുകളുടെ മേലിൽ നമ്മൾ കാണാറുണ്ട് ഈ സോളാർ ഇലക്ട്രിക്കൽ വേവ്സ്. ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സോളാർ എനർജി വേൾഡിലെ ഏറ്റവും കൂടുതൽ സ്വന്തം സോളാർ എനർജി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ആ എനർജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാണ്ട് ഉള്ള എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടാണ് വേൾഡിലെ ഫസ്റ്റ് സോളാർ എയർപോർട്ട്. കാരണം അവർക്ക് ആവശ്യത്തിന് വേണ്ട എനർജി മുഴുവനും ഉണ്ടാക്കുന്നത് ആ സോളാർ പാനൽസ് എയർപോർട്ടിന്റെ ലാൻഡിംഗ് ഏരിയയിൽ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ കുറേ അഗ്രികൾച്ചറൽ മെഡിക്കൽ പ്ലാന്റ്സ്, അതുമാതിരി അഗ്രികൾച്ചറൽ പ്ലാന്റ്സ്, അതുമാതിരി കുക്കിംഗ് ആവശ്യത്തിന് വേണ്ട പ്ലാന്റ്സ് കൂടെ
കൊണ്ടിരിക്കാൻ നോക്കുന്ന തോമസ് കുര്യനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ ഭയങ്കര ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങേര്. അപ്പോ ഇതിന്റെ കൂടെ ഇതിന്റെ തരത്തിൽ ഇതിന്റെ സോളാർ പാനൽ വെച്ചിരിക്കുന്നതിന്റെ അവിടെ കൂടെ ചെടികൾ വളർത്തി അതിൽ നിന്ന് ഫലവൃക്ഷാദികൾ ഉണ്ടാക്കുക. പിന്നെ അവിടെ കുറച്ച് വെള്ളമുണ്ട്, അവിടെ ഒരു ഫ്ലോട്ടിംഗ് സോളാർ പാനലും ഇട്ടിട്ടുണ്ട്. കാരണം ഓരോ സോളാർ എനർജി വരുന്നത് നശിപ്പിക്കാണ്ട് അതിനെ എനർജിയാക്കി അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ട വിധത്തിൽ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റിയെടുക്കുമ്പോൾ നേച്ചറിന് ഒരു ട്രബിളും വരുന്നില്ല. നേച്ചറിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ചെയ്യാണ്ട് നമുക്ക് ആവശ്യമുള്ള എനർജി ഉണ്ടാക്കിയെടുക്കുന്നു. അവർക്ക് വരുന്ന എക്സസ് എനർജി അവര് കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് സേവിങ്സ് ആയിട്ട് അല്ലെങ്കിൽ അവര് വിൽക്കുന്നുമുണ്ട്. അപ്പൊ അതുവഴിയും അവർക്ക് ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. അതാണ് കൊച്ചിൻ എയർപോർട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷകമായ ഒരു ഘടകം. ഇത് കൂടാണ്ട് മനുഷ്യൻ താമസിക്കാൻ വേണ്ടിയിട്ടും സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടും ഈ ഫോറസ്റ്റിനെ അല്ലെങ്കിൽ കാടിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതുകൂടാണ്ട് ലാംഗ്വേജസ് വന്നു, അതിൻ്റെ കൂടെ അഗ്രികൾച്ചറൽ പർപ്പസസ് സർവിങ്സ് വന്നു. ഇതിനെയൊക്കെ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് നശിപ്പിക്കാണ്ട് ഭൂമിയെയും ഭൂമിശാസ്ത്രത്തിനെയും നശിപ്പിക്കാണ്ട് ചെയ്തതാണ് ഏറ്റവും വലുത്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസ് ആണ്. അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ഏത് ആൾക്കാരാണോ ഈ അതായത് കൃഷിനെ ഉപയോഗിച്ചത്, ആ കൃഷിനെ ഫാമിങ്ങിന് എൻവയറമെന്റൽ വ്യത്യാസം വരുത്താണ്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം 11,000 മില്യൺ ഇയേഴ്സിന് മുമ്പ്. അപ്പൊ ആ ആൾക്കാര് ഓടി നടന്ന് ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഹണ്ടേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ സമയത്ത് അവർ കാട്ടിൽ പോകും, ഒരു ചെറിയ വാക്സോ അല്ലെങ്കിൽ വല്ലതും കൊണ്ടുപോകും, ആനിമൽസിനെ ഹണ്ട് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും, അതിന് അന്നത്തെ ആവശ്യത്തിനൊക്കെ അവരുടെ ആവശ്യത്തിന് മാത്രമുള്ളത് ചെയ്യും, പിറ്റേ ദിവസം പിന്നെയും പോകും. അപ്പൊ ചെറിയ ചെറിയ സ്കെയിലിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്, അല്ലാണ്ട് വലിയ ലെവലിലല്ല. അപ്പൊ അങ്ങനെ വന്ന് ഈ കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് വലിയ വലിയ സ്കെയിലായിട്ട് മാറിപ്പോയത്. അപ്പൊ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചസിൽ വരുത്താണ്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്നു. അവരായിരുന്നു ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ചെറുതാണ്, അവരുടെ പ്ലാൻസും ചെറുതാണ്, അവരുടെ ആവശ്യങ്ങളും ചെറുതാണ്. അത് സൗകര്യമായിട്ട് പോയി. പിന്നെയാണ് അതിനുശേഷമാണ് തീന്റെ ഉപയോഗം, അതേമാതിരി ആക്സ്, അതായത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആക്സ്, മെറ്റല്, കോപ്പറ്, നമ്മളുടെ ന്യൂ അയൺ ഏജിലാണ് കോപ്പറൊക്കെ കൊണ്ടുവരിക. അപ്പൊ കോപ്പർ വരുമ്പോഴത്തേക്കും അവർക്ക് മരങ്ങൾ വെട്ടിമുറിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഹണ്ട് ചെയ്യാനുള്ള ഷൂഡായിട്ടുള്ള, അതായത് അയൺ ഏജില് കുത്തി നോവിക്കാനുള്ള അല്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പോക്ക് ചെയ്യാനുള്ള, ആനിമൽസിനെ പോക്ക് ചെയ്യാനുള്ളത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് വളർന്ന് വന്ന് അവര് കൂടുതലായിട്ടും മരങ്ങൾ വെട്ടാനും സ്ക്രബ് ലാൻഡ്സിനെ അവർക്ക് അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആയിട്ട് മാറ്റാനും അവർക്ക് സാധിച്ചു. പിന്നെ പല വിധത്തിലുള്ള നമ്മള് ടെറസ് ഫാമിംഗ് എന്ന ഒരു കാര്യമുണ്ട്. പല ലെവലിലുള്ള ജോഗ്രഫിയിൽ ടെറസ് ഫാമിംഗ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വുഡ്ലാൻഡ്സ് ഒക്കെ അവര് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അവരതിന് ലൈഫ് സ്റ്റോക്കിന്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അവരുടെ പക്ഷിമൃഗാദികൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കാനും. അപ്പോ ഈ കർഷകര് എത്രത്തോളം ഇറിഗേഷണൽ ഫെസിലിറ്റി, എത്രത്തോളം വാട്ടറിന്റെ ഫെസിലിറ്റീസ് കൊണ്ടുവരുമ്പോഴും അവർ ചേഞ്ച് ആയി വരുന്നുണ്ട്. അടുത്തതായിട്ട് മിഡീവൽ ആയിട്ട് വരുന്ന വ്യത്യാസങ്ങൾ. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മിഡീവൽ ചേഞ്ചസിൽ വന്നത്? മിഡീവൽ ചേഞ്ചസിലും ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. കുറച്ചുകൂടെ കൾട്ടിവേഷൻ കൂടുന്നു, ടെറസ് ഫാമിംഗ് വരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആനിമൽസിനെയും പക്ഷിമൃഗാദികളെയും വീട്ടുമൃഗമാക്കി മാറ്റുകയും അതിനെ ജീവിക്കുക, അതിനെ കൊണ്ട് വരുമ്പോഴത്തേക്കും അവിടെ താരതമ്യ അസുഖങ്ങൾ വരുന്നു. പോപ്പുലേഷൻ വളരെ, ഈ ഫാർമറിന്റെ പോപ്പുലേഷൻ വളരെ കൂടുതലാവുന്നു, ഹണ്ടർ ആവുന്നു, അല്ലെങ്കിൽ ഗ്യാദർ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് അയാൾ ഹണ്ടറായിട്ട് മനസ്സിലാവുന്നു. അപ്പോ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ജനസംഖ്യ കൂടുന്തോറും
അതിൻ്റെ ഒപ്പം തന്നെ ഈ സയൻസും ടെക്നോളജിയുടെ പുതിയ ഒരു കണ്ടുപിടുത്തവും അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷനും ഓരോ കാര്യങ്ങൾ ചേഞ്ച് വരുന്നതനുസരിച്ച് മിഡീവൽ ടൈമില് ഈ 18ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടൈമില്. അപ്പോൾ ഈ എല്ലാവിധ കൃഷിയിലും ഇതൊക്കെ വളരെ വാമായിട്ട് ഇങ്ങനെ കണ്ടു പോകുന്നുണ്ട്. ഇനി ബയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാ നോക്കിയാല്, ബയോളജിക്കൽ വരുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്ട്രീം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആന്ത്രോപോളജിക്ക് നേച്ചുറൽ വേൾഡ് ആണ്. ഞാൻ നേരത്തെയും പറഞ്ഞു, ലൈഫ് ഹിസ്റ്ററി നമ്മളുടെ ഭൂമിയിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള സ്പീഷ്യസോ എത്ര കാലം കഴിഞ്ഞാലാണ് ആ സ്റ്റേജിലേക്ക് ഇപ്പോഴത്തെ സ്റ്റേജിലേക്ക് വന്നതെന്നുള്ള ഓരോ സോൺ ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാരിയർ ഉണ്ട്, അതേമാതിരി ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ട്. ഇതൊക്കെ വന്നത് ഓരോ മനുഷ്യൻ മാറി മാറി സ്ഥലത്തിൽ നിന്ന്, ജിപ്സികളുടെ ലൈഫ് നോക്കിയാൽ തന്നെ അറിയാം, കുറച്ചു കാലം ഒരു 6-7 മാസം ഒരു സ്ഥലത്തുണ്ടാവും, പിന്നെ അവർ മാറിപ്പോകും. അപ്പൊ അവരുടെ മൂവ്മെന്റ് മാറി മാറി അടുത്ത സ്ഥലത്ത് പോയി അവർ ജീവിക്കും 6 മാസം. അപ്പോൾ ഹാബിറ്റാറ്റ്, മനുഷ്യന്റെ ഹാബിറ്റാറ്റിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് അവിടെ ബയോളജിക്കൽ ചേഞ്ചസും കാണാൻ പറ്റും. പിന്നെ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്നു, എന്തൊക്കെയാണ് അവർ എക്സ്ചേഞ്ച് ചെയ്ത്, ഇവിടെ നിന്ന് അവിടെ പോകുന്നു, അവിടെ മാർക്കറ്റിൽ അവരുണ്ടാക്കുന്നത് വിൽക്കുന്നു, അതേമാതിരി അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വരും. അപ്പൊ ട്രേഡ് അല്ലെങ്കിൽ വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുകയും അതിൻ്റെ കൂടെ തന്നെ ഇവര് പ്രോഗ്രസീവായിട്ട് ഗ്ലോബൽ ലെവലില്, നമ്മള് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യ കാലങ്ങളിൽ പരദേശികൾ ഇവിടെ വന്നത് തന്നെ കൊളോണിയൽ ഡോമിനേഷൻ വരാനും, എന്തുകൊണ്ട് അവരിവിടെ വന്ന് കോളനിയിൽ ഇവിടെ സ്ഥാപിച്ചു, എന്തുകൊണ്ട് അവർ സ്ഥാപിച്ചു, അവർക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ നടന്ന സമയത്ത് അവർക്ക് ആവശ്യമായ കോട്ടൺ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റ് ആണ് ഇംഗ്ലണ്ടില്. അപ്പോൾ അവർക്ക് ആ ഇൻഡസ്ട്രിക്ക്, വലിയ വലിയ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ക്രോ കോട്ടന്റെ ആവശ്യം കാരണം അത് അവര് എവിടെ കിട്ടും തേടാൻ തുടങ്ങി. ഇന്ത്യയിലും വന്നു, ഈജിപ്തിലും ഒക്കെ പോയിട്ടുണ്ട്. കാരണം അത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ഒരു ചെടിയാണ് കോട്ടൺ. അപ്പൊ അതിന്റെ എവിടെ കിട്ടുന്നു അവിടെ പോയി അടിക്കുക. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സയൻസ് ആൻഡ് ഡെവലപ്മെന്റും നമ്മള് ഈ എക്സ്പെരിമെന്റൽ എനർജി ഇൻ ദ ഫോം ഓഫ് സ്റ്റീം എൻജിൻ. അപ്പോ അങ്ങനെ വന്നപ്പോഴത്തേക്കും കടലിൽ കൂടെ വന്നാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എത്താൻ പറ്റും. ഇങ്ങനത്തെ അറിവുകൾ കൊണ്ടുവന്ന് അവര്, അങ്ങനെയാണ് ഈ ബിസിനസ് ഇവിടെ ഇന്ത്യയിൽ വന്നത്. ട്രേഡിന് മലബാർ സൈഡിൽ നിന്ന് മലബാറിൽ നിന്ന് കിട്ടുന്ന സ്പൈസസിന്റെ ട്രേഡ്. പിന്നെ ഗ്രാജുവലായിട്ട് നമ്മൾ ഇന്ത്യൻ ചരിത്രം നോക്കുമ്പോൾ അവർ എത്രത്തോളം, ബ്രിട്ടീഷുകാർ മാത്രമല്ല അവരുടെ പിന്നാലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു. ആദ്യത്തെ ആൾക്കാർ വന്ന് പോർച്ചുഗീസ്, ഡച്ച്, പിന്നെ അങ്ങനെ വന്ന് അവസാനം വരുന്നവരാണ് ബ്രിട്ടീഷുകാർ. ഈ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഇന്ത്യയിൽ ആധിപത്യം കൂടുതൽ സ്ഥാപിച്ചതും. അവരുടെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജോഗ്രഫിക്കലി അവർക്ക് ദേ ആർ ഗുഡ് നേവി പീപ്പിൾ, അല്ലെങ്കിൽ കടലിനെ പറ്റിയും കടലിന്റെ വ്യത്യാസങ്ങളെ പറ്റി നല്ലപോലെ അറിയുന്ന നാവികരാണ്. അതുകൊണ്ടാണ് അവർക്ക് വേൾഡ് മുഴുവനും പിടിച്ചടക്കാൻ പറ്റി. പിന്നെ സയൻസും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അവരുടെ കയ്യില്, സയൻസും ടെക്നോളജിയും അവരുടെ കയ്യിലുണ്ട്. ആ കാലഘട്ടത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആരും അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് അവിടെ ഇവരുടെ ആധിപത്യം നടത്തിയെടുക്കാൻ പറ്റി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എൻവയറമെന്റലിസം ഓരോ തരത്തിലും ബെറ്റർ ആയിട്ട്, നേച്ചറലായിട്ടും സോഷ്യലും അവര് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കയറി ആധിപത്യം താമസിക്കാൻ തുടങ്ങി. ഇനി ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, എനർജിന്റെ ഓഡിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് 10ാം നൂറ്റാണ്ടിൽ മുതൽ നമ്മൾ ഓർഗാനിക് എക്കോണമി വഴിയും സൊമാറ്റിക് എനർജി റെസ്യൂം വഴിയും നമ്മൾ എടുക്കുന്നുണ്ട്. ഇതേമാതിരി തന്നെ ഓൾഡ് റെജീമില് നമ്മൾ മനുഷ്യന്മാരുടെയും ഹിസ്റ്ററിയുടെയും ഒക്കെ റിന്യൂവബിൾ സോഴ്സ് എന്ന് വെച്ചാൽ തിരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനർജി, അതാണ് റിന്യൂവബിൾ എനർജി. അതാണ് സോളാർ എനർജി വന്നുകൊണ്ടേയിരിക്കുന്നു. അത് സൂര്യനുള്ളിടത്തോളം കാലം അത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. 1800 ആയപ്പോഴത്തേക്കും നമ്മൾ അതിനെ ഫോറസ്റ്റേഷനിലും, ചൈനയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഡീഫോറസ്റ്റേഷൻ അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലായി, അവർ നിർത്താൻ തുടങ്ങി.
പിന്നെ കൊളോണിയൽ എംപയേഴ്സ് ഒക്കെ എന്താ വെച്ചാൽ ഈ ഡിപ്ലീഷൻ, നാച്ചുറൽ റിസോഴ്സസിൽ വരുന്ന ഡിപ്ലീഷനെ കുറച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവര് നമ്മളുടെ സ്ഥലത്തിൽ, അതേമാതിരി തന്നെ നമ്മൾ പറയാം ഓയിൽ ഡെപ്പോസിറ്റ്സ്, ഇന്ത്യയിൽ ഭൂമിയിലുള്ള ഓയിൽ ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിച്ച ശേഷം സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ആ ഓയിലിനെ എടുത്ത് ഉപയോഗിക്കുക. അതേസമയം അവരുടെ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഓയിൽ ഉണ്ട്, താഴെ ഭൂമിയിൽ എത്ര ഓയിൽ ഉണ്ട്, വെള്ളത്തിൽ എത്ര ഓയിൽ ഉണ്ട്, ഈ ഇതിൽ നമ്മളുടേത് സേവ് ചെയ്ത് പെടുത്തുകൊണ്ട് അടുത്ത രാജ്യത്തിൽ നിന്ന് നമ്മളെ കോളനി ആക്കി കഴിഞ്ഞാൽ അവരുടെ ഓയിൽ എടുക്കുക. നമ്മള് ഈ അറേബ്യൻ കൺട്രികൾ, പേർഷ്യൻ ഗൾഫ് ഇംപ്രൂവ് ആകാൻ തന്നെ കാരണം ഡെപ്പോസിറ്റ് ഓഫ് ഓയിലാണ്, ഫോസിൽ ഫ്യൂവലും ഓയിലുമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ലോകത്തിൽ സയൻസിന്റെ ഗ്രോത്ത് കൊണ്ട് വരുന്ന ചേഞ്ചസിൽ അത് എങ്ങനെ മനുഷ്യന് സുഖപ്രദമായി ഉപയോഗിക്കാൻ പറ്റും, അത് എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റും, നമ്മൾക്ക് എത്രത്തോളം അടുത്ത രാജ്യത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് വലിയൊരു മേജർ കൺസേൺ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇനി ഇവിടെ ഫോസിൽ ഫ്യൂവൽസും ഗ്രേറ്റ് ആയിട്ടുള്ള ആക്സലറേഷനും, ഈ ഞാൻ നേരത്തെ പറഞ്ഞു പോപ്പുലേഷൻ, ഒരാൾ ഒരു സ്ഥലത്ത് ഉള്ള പോപ്പുലേഷൻ, അതായത് ജനങ്ങൾ താമസിക്കുന്ന എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് അവരുടെ കൺസംഷനും കൂടും. അപ്പോൾ കൺസംഷൻ കൂടുമ്പോൾ അതനുസരിച്ച് അവിടെ എനർജിയുടെ ആവശ്യവും കൂടും. എത്രത്തോളം എനർജി ആവശ്യമുണ്ടോ അതനുസരിച്ച് അവരുടെ ഡെപ്പോസിറ്റ്സിൽ നിന്നുള്ള കുറവ് വരാണ്ടിരിക്കാണ് നമ്മൾ ഇന്നോവേഷനിലേക്ക് പോവുക. ആ ഇന്നോവേഷൻ എന്ന് വെച്ചാൽ കണ്ടുപിടുത്തങ്ങൾ. ഈ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾക്ക് എത്രത്തോളം മനുഷ്യന്റെ അനിമൽസിന്റെ പവർ ഉപയോഗിക്കാൻ പറ്റും, എനർജി, ഞാൻ ഉദ്ദേശിക്കുന്നത് എനർജിയാണ്, എത്രത്തോളം വാട്ടറിന്റെ എനർജി ഉപയോഗിക്കാൻ പറ്റും, എത്രത്തോളം വിൻഡിന്റെ എനർജി ഉപയോഗിക്കാൻ പറ്റും, എത്രത്തോളം ബയോമാസ് ഫ്യൂവൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചാണകങ്ങളൊക്കെ ബോക്സ് ഇതിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫ്യൂവലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു എനർജി വരുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ കാക്കനാട്ടിലോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്സ് മാലിന്യങ്ങളിൽ നിന്ന് എനർജി ഉണ്ടാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ക്രോപ്പുകൾക്കും നമ്മളുടെ ഡെഫിസിറ്റിനും നമ്മളുടെ ഡങ്ങിനും അങ്ങനെ മാറ്റി അതിനെ രൂപാന്തരപ്പെടുത്തി ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് വേണ്ട എനർജി, അതിൽ നിന്നൊക്കെ സോളാർ എനർജി, വേവ്, കടലിൽ അടിക്കുന്ന വേവ് എനർജി, ആ വേവിന്റെ പവർ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പറ്റും. ഇങ്ങനെ നമുക്ക് സയൻസിന്റെ കോൺട്രിബ്യൂഷനാണ് ഇതൊക്കെ. ഈ സയൻസിന്റെ കോൺട്രിബ്യൂഷനെ വളരെ മനുഷ്യന് ഉപകാരപ്രദമാക്കുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്നതാണ് ഈ ഇങ്ങനെ വന്നിട്ടുള്ള ഈ റവല്യൂഷണറി ചേഞ്ചസ് വന്നതും, അല്ലെങ്കിൽ റവല്യൂഷണറി ആയിട്ടുള്ള എനർജീന്റെ നമ്മൾ ആൾട്ടർനേറ്റീവ് എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ കാര്യമായിട്ട് ശ്രമിച്ചതും. ഇനി ഇതിന് തന്നെ ഇതിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടൈമിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിൽ നിന്ന് സ്റ്റീമിന്റെ പവറിൽ പോകുന്ന കോച്ചുകളും റെയിൽവേസും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് വാട്ടർ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ട്രാൻസ്പോർട്ടിനും അതേമാതിരി തന്നെ ഓട്ടോമൊബൈലിനും എയർ ട്രാവലിനും നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. എയർ ട്രാവൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയ ഫ്യൂവലാണ് ആവശ്യമുള്ളത്. അപ്പൊ അതിന് അവിടെ എന്ത് വേണം, നമ്മൾ റിഫൈനറീസ് വേണം. ആ റിഫൈനറീസിൽ ക്രൂഡ് ഓയിലിനെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് വരുമ്പോൾ ഏറ്റവും ലൈറ്റ് ഫോമിൽ വരുന്ന ഏവിയേഷൻ ഫ്യൂവലാണ്. ഏവിയേഷൻ ഫ്യൂവൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പെട്രോളിയം, പിന്നെ വരുന്നത് ഡീസല്, പിന്നെ വരുന്നത് കെറസൻ. അപ്പൊ ഇങ്ങനെ തരംതിരിച്ച് ക്രൂഡ് ഓയിലിനെ, കടലിൽ നിന്നോ മണ്ണിൽ നിന്നോ കിട്ടുന്ന ക്രൂഡ് ഓയിലിനെ ഫിൽട്ടർ ചെയ്ത് എന്താ പറയാ റിഫൈൻ ചെയ്ത് നമ്മൾ അതിന് പല വിധത്തിലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ വരുന്നത് 20ാം നൂറ്റാണ്ടിലാണ്. നമ്മളുടെ കൺസംഷൻ, നമ്മളുടെ യൂസ്, കൺസ്യൂമറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഒക്കെ പല വിധത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വരുമ്പോൾ, അപ്പൊ സാധാരണ പറയാറുണ്ട് ഇൻവെൻഷൻ ചെയ്യണമെങ്കിൽ അതിനൊരു ആവശ്യം വരണം. ആവശ്യത്തിന്റെ പരിണാമം കൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങുക. ഇപ്പോൾ ഈ കൊറോണ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഡിജിറ്റലൈസേഷൻ വഴി ക്ലാസ് എടുക്കാൻ.
അല്ലെങ്കിൽ ആരെങ്കിലും ഇത് പണ്ട് ആലോചിച്ചിരുന്നോ? അപ്പൊ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇത് കാരണമാവുന്നത് മനുഷ്യന്റെ മനസ്സിന്റെയും മനുഷ്യന്റെ ബുദ്ധിന്റെയും പ്രയോജനം കൊണ്ടാണ്. അങ്ങനെയാണ് ഈ നമ്മളുടെ മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഉപകാരങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി ഇതിന്റെയൊക്കെ ഇമ്പാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്, ചേഞ്ചസ് ആണ്. എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നോ അത്രത്തോളം അതിന്റെ ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്നു. സയന്റിസ്റ്റും അവര് പറയുന്നു ഗ്രീൻ എഫക്ട് വരുന്നുണ്ട്. മെട്രോളജിസ്റ്റ് പറയുന്നു ഡാറ്റ കളക്ഷൻ, ഗ്ലോബൽ വാർമിംഗ്. എന്തുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് എന്നു? നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചു അതനുസരിച്ചിട്ടാണ് ഗ്ലോബൽ വാർമിംഗ് വരുന്നത്. അതേമാതിരി ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? ഫസ്റ്റ് ലെവൽ ഹീറ്റ് ട്രാപ്പ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഭൂമിയിലെ ആവരണം ചെയ്തിട്ടുള്ളതിനെ തുളച്ച് പുറത്തേക്ക് കയറാൻ പറ്റുന്നു. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കടലിന്റെ ലെവലൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, കേരള ആ ബോർഡർ, ബംഗാളിലുള്ള ബംഗാൾ ഉൾക്കടൽ അകത്തോട്ട് കയറും, കൽക്കട്ട പോകും, വെള്ളത്തിൽ പോകും എന്നുള്ള ഒരു പ്രഡിക്ഷൻ കൂടെയുണ്ട്. എത്രത്തോളം വാസ്തവമായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. ഗ്രീൻ എഫക്ട്സ് കാരണം, എമിഷൻസ് കാരണം സൈക്ലോൺസ് ഉണ്ടാവുന്നു, എല്ലാ വിധത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുന്നു. ഇനി നമ്മൾ ഡെവലപ്മെന്റും സസ്റ്റെയിനും എത്രത്തോളം ഈ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും അതിന് നമ്മൾ ഏത് വിധത്തിൽ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതേസമയം പ്രൊഡക്ഷൻ കൊണ്ടുപോവുക, അതേസമയം ഇക്കണോമിക്കൽ അതിനെ കൊണ്ടുപോവുക. ഈ ഗ്ലോബൽ എക്കോളജിക്കൽ സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് എത്രത്തോളം നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് അതിനെ ക്യാപിറ്റലിസ്റ്റിക് വ്യൂവിൽ കൊണ്ടുവച്ച് ഉപയോഗിക്കാനാണ് എല്ലാവരും ലിങ്ക് ചെയ്യാന്ന് ഈ 21st സെഞ്ച്വറിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ബയോസ്ഫിയറിക് ചേഞ്ചസിനെ കൊണ്ടുവന്ന് നമ്മൾ എത്രത്തോളം ഈ 21ാം നൂറ്റാണ്ടിൽ ആന്ത്രോസ്ഫിയറിൽ കൂടെ എത്രത്തോളം നമുക്ക് ഉപകാരപ്രദം ആക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ ജസ്റ്റിസ് ചോദിക്കുകയാണെങ്കിൽ എൻവയറമെന്റൽ ജസ്റ്റിസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ഗ്ലോബൽ നിന്ന് ഭൂമിയിൽ നിന്ന് എടുക്കുന്നു അതനുസരിച്ച് നമ്മൾ അതിനെ നേഷൻസിന്റെ വേൾഡിലും നമ്മൾ ആക്കിയെടുക്കണം. അതിന് ഇൻഇക്വാളിറ്റി വരാണ്ട് എല്ലാ നേഷൻസും, അതുകൊണ്ടാണ് എല്ലാ നേഷൻസും ഈ എൻവയറമെന്റൽ ഡിബേറ്റ്സും ഇതൊക്കെ കൊണ്ടുവരിക്കുന്നത്. കാരണം ഇത് നാച്ചുറലായിട്ട് എല്ലാവർക്കും ഹോൾ വേൾഡിനും എഫക്റ്റ് ആവുന്ന കാര്യങ്ങളാണ് ഈ എൻവയറമെന്റൽ ഡിസ്റ്റർബൻസസ്. ഇനി ഈ ജസ്റ്റിസ് മൂവ്മെന്റിനെ പറ്റി, എൻവയറമെന്റൽ ജസ്റ്റിസ് മൂവ്മെന്റിനെ പറ്റി എല്ലാവർക്കും അറിയണം, എല്ലാരെയും അറിയിക്കണം, എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റെതായ കമ്മ്യൂണിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ കളർ അനുസരിച്ചോ റേസ് അനുസരിച്ചോ നേഷന്റെ ഒറിജിൻ അനുസരിച്ചോ മണി അനുസരിച്ചോ അല്ല, പക്ഷെ നമ്മളത് കൊടുത്തിരിക്കണം. ഈ ഇക്വാളിറ്റിനെ നമ്മൾ വളരെ ഡെവലപ്മെന്റൽ നേഷൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ട ആവശ്യങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആന്ത്രോപോളജിക് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി മനസ്സിലാക്കി കൊടുത്ത് കൊളനൈസേഷൻ നിർത്തി, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കൺട്രീസ് ഇതിനെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനും ഒക്കെ മിത്തേന്റെ എമിഷനും കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതേമാതിരി തന്നെ പഴയ ആൾക്കാരുടെയും ജെൻഡറിലും എല്ലാ വിധത്തിലുള്ള ആൾക്കാരുടെയും ജെൻഡറിലും ഡെമോക്രസിയിലും സോഷ്യലിസത്തിലും കൊണ്ടുവരുന്ന നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലില് ക്ലൈമറ്റ് ചേഞ്ചസിനെ പറ്റിയും അതിന്റെ വ്യത്യാസത്തെ പറ്റിയും മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അതിനാണ് നമ്മൾ ഇക്കോളജിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഇവിടെ ചിക്കു മൂവ്മെന്റ് നമ്മൾ ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. അത് ഈ പ്രൊട്ടക്ഷൻ ചെയ്ത് ഡാം കെട്ടുന്ന സമയത്ത് അവിടെ നടന്ന സംഭവങ്ങളാണ്. ഇതിനെപ്പറ്റി എല്ലാവർക്കും കേൾവിപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ ഈ ടോപ്പിക്സ് ചിക്കു മൂവ്മെന്റില് ആ ഡാം കൺസ്ട്രക്ഷൻ ചെയ്താൽ എത്രയോ മരങ്ങൾ അല്ലെങ്കിൽ എത്രയോ ഏരിയാസ് കാട് വെട്ടിത്തളിക്കേണ്ടി വരും. അതിനെയാണ് അവര് മൂവ്മെന്റ് ആക്കി മനസ്സിലാക്കി. ആ മൂവ്മെന്റ് ഇന്ത്യയിൽ നടന്നപ്പോൾ അത് വേൾഡ് മുഴുവനും പരന്നു. അങ്ങനെ ആ വേൾഡിനെ പറ്റി ഈ പ്രോഗ്രാംസ് ഇങ്ങനെ സ്പ്രെഡ് ആയപ്പോഴത്തേക്കും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും ചിക്കു മൂവ്മെന്റിനെ പറ്റിയുള്ള അക്രോസ് ദ കൺട്രി ആ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഡാം കൺസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു അതിനെ പറ്റിയുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു.
അത് പൊട്ടിയാൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ വരും, അല്ലെങ്കിൽ അത് പൊട്ടാണ്ടിരിക്കണമെങ്കിൽ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് എടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് ആൾക്കാർക്ക് ഹിസ്റ്റോറിക്കലി എൻവയറമെന്റൽ ഹിസ്റ്ററിയെ പറ്റി എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ മാത്രമേ ഇതിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ എൻവയറമെന്റൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് ടുഗദർ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതിന്റെ എത്രത്തോളം അഭാവം ഉണ്ടാവും എന്നുള്ളത് നമ്മൾക്ക് അറിയിക്കേണ്ടതാണ്. അത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.